നമസ്കാരം. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ആരംഭിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 2 തവണയും ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടാൻ ഇന്ത്യക്കായിരുന്നു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കടുപ്പമാണെന്ന് തന്നെ പറയാം. നാട്ടിൽ ന്യൂസിലാൻഡിനോട് ടെസ്റ്റ് പരമ്പര തോറ്റാണ് ഇന്ത്യ ഓസീസിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദം ഇന്ത്യക്ക് മുന്നിലുണ്ട്. ഇത്തവണ കഴിഞ്ഞ തവണത്തെ തോൽവിക്ക് കണക്കു വീട്ടാനാണ് ഓസ്ട്രേലിയ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കാര്യങ്ങൾ കടുപ്പമാകും. ഇന്ത്യയുടെ പല താരങ്ങളും മോശം ഫോമിലാണ്. ഇതോടൊപ്പം ആദ്യ മത്സരത്തിന് മുമ്പ് പരിക്കും ഇന്ത്യൻ താരങ്ങളെ വേട്ടയാടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടാനുള്ള സാധ്യത വളരെ കുറവാണെന്നതാണ് വസ്തുത. 4 മത്സരങ്ങൾ ഓസ്ട്രേലിയയിൽ ജയിക്കാതെ ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലും കടക്കാനാകില്ല. അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദമാണ് ഈ ടീമിന് മുന്നിലുള്ളത്. ഇതോടൊപ്പം ചില താരങ്ങളെ സംബന്ധിച്ച് ഓസ്ട്രേലിയൻ പരമ്പര നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഫ്ലോപ്പ് ആയാൽ ഇനിയൊരു തിരിച്ചുവരവ് പോലും പ്രയാസമായിരിക്കും. ഇത്തരത്തിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താവാതിരിക്കാൻ ഓസീസ് പരമ്പരയിൽ തിളങ്ങേണ്ട താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ ടീമിലെ സൂപ്പർ പേസർമാരിൽ ഒരാളായി വളർന്ന താരമാണ് മുഹമ്മദ് സിറാജ്. തല്ലുകൊള്ളി ബൗളറായാണ് തുടങ്ങിയതെങ്കിലും ഏകദിനത്തിലും ടെസ്റ്റിലും മികവ് കാട്ടി വളരാൻ സിറാജിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം ഇന്ത്യ നിർണായക പരിഗണന സിറാജിന് നൽകുന്നുണ്ട്. മികച്ച റെക്കോർഡും അവകാശപ്പെടാൻ സാധിക്കുന്ന താരവുമാണ് സിറാജ്. എന്നാൽ സമീപകാലത്തെ താരത്തിന്റെ പ്രകടനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല. ന്യൂ ബോളിൽ വിക്കറ്റ് വീഴ്ത്താനോ കാര്യമായ ഇമ്പാക്ട് സൃഷ്ടിക്കാനോ സിറാജിന് സാധിക്കുന്നില്ല. മുഹമ്മദ് ഷമി ശക്തമായ തിരിച്ചുവരവിനാണ് തയ്യാറെടുക്കുന്നത്. ആകാശ് ദീപ് മികച്ച പ്രകടനത്തോടെ വളർന്നു വരികയും ചെയ്യുന്നുണ്ട്. മുകേഷ് കുമാറും അവസരം തേടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സിറാജിന് ഓസീസ് പരമ്പര നിർണായകമാണ്. ഫ്ലോപ്പ് ആയാൽ ടീമിന് പുറത്താകാനാണ് സാധ്യത കൂടുതൽ. KL രാഹുൽ ഇന്ത്യയുടെ സീനിയർ താരമാണ്. വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കുമൊപ്പം ഇന്ത്യൻ ടീമിൽ സ്ഥാനം ലഭിച്ചിരുന്ന താരമാണ് രാഹുൽ. എന്നാൽ സമീപകാലത്തായി രാഹുലിന് താളം കണ്ടെത്താൻ സാധിക്കുന്നില്ല. ബാറ്റിംഗ് പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നതാണ്. മധ്യനിരയിലും ടോപ്പ് ഓർഡറിലുമെല്ലാം രാഹുൽ ഫ്ലോപ്പാണ്. ഈ സാഹചര്യത്തിൽ രാഹുലിനും ഓസീസ് പരമ്പര നിർണായകമാണ്. തിളങ്ങാനാവാതെ പോയാൽ യുവതാരങ്ങൾക്കായി വഴി മാറേണ്ടി വരും. നിലവിൽ രാഹുലിന് കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് തന്നെ വേണം പറയാൻ. ഇന്ത്യ മധ്യനിരയിലേക്ക് വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന താരമായിരുന്നു സർഫ്രാസ് ഖാൻ. നാട്ടിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും സർഫ്രാസ് ഖാന്റെ വിദേശത്ത് പ്രകടനം എങ്ങനെയാവുമെന്നതാണ് കണ്ടറിയേണ്ടത്. സർഫ്രാസ് അതിവേഗം റൺസ് ഉയർത്തുന്ന താരമാണ്. പേസിനെയും സ്പിന്നിനെയും ഒരുപോലെ നേരിടാനും സാഹസിക ഷോട്ട് കളിക്കാനും കഴിവുണ്ട്. എന്നാൽ സ്ഥിരതയോടെ കളിക്കാൻ സർഫ്രാസിന് സാധിക്കുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. ഈ സാഹചര്യത്തിൽ സർഫ്രാസിനും കാര്യങ്ങൾ പ്രയാസമാണെന്ന് വേണം പറയാൻ. ഇന്ത്യയുടെ സീനിയർ സ്പിന്നറായ രവീന്ദ്ര ജഡേജയുടെ പകരക്കാരനായ അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും വളർന്നു വരാൻ തയ്യാറെടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജഡേജയ്ക്ക് കാര്യങ്ങൾ പ്രയാസമാണ്. മികച്ച പ്രകടനങ്ങൾ നടത്താത്ത പക്ഷം ജഡേജയെ പുതിയ ടീമിൽ നിന്ന് തഴയാൻ സാധ്യതയുണ്ട്. നിലവിലെ ജഡേജയുടെ നാട്ടിലെ പ്രകടനങ്ങൾ മികച്ചതാണ്. എന്നാൽ ഓൾറൗണ്ടർ ഷോ ഓസീസിൽ കാട്ടാനാവാതെ പോയാൽ ജഡേജയ്ക്ക് പകരക്കാരനെ കൊണ്ടുവരാൻ ഗംഭീർ തയ്യാറായാലും അത്ഭുതപ്പെടാനില്ല.